ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡിന്നർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഒരു ചിക്കൻ കറിയാണ്. ചിക്കൻ മുളകിട്ട കറി. കറി വെച്ച് തുടങ്ങിയപ്പോഴാണ് വീഡിയോ എടുത്താലോ എന്നുള്ളൊരു ചിന്ത വന്നത്. അതുകൊണ്ടാട്ടോ ഫസ്റ്റ് മുദ്ര ഇല്ലാത്തത്. ഉള്ളിയും തക്കാളിയും പച്ചമുളകും നന്നായി ഓയിലിൽ വഴറ്റി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കഴുകി വെച്ച 1/2 കിലോ ചിക്കനും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്കങ്ങനെ കുറച്ച് നേരം വെക്കാം. ചിക്കൻ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലാട്ടോ കുക്കർ വെച്ചിരിക്കുന്നത്. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ചിക്കനിലുള്ള വെള്ളം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. അതേപോലെ തന്നെ 2 ടീസ്പൂണ് ചേർത്തു കുരുമുളക് പൊടിയും കൂടി ചേർത്തു. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്, കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൽ നിന്ന് ചിക്കൻ ഇങ്ങനെ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ചിക്കനുള്ള വെള്ളമൊക്കെ ഇറങ്ങി അതിലുള്ള വെള്ളമൊക്കെ വറ്റി നന്നായി കുറുകും. ഈ കറി നന്നായിട്ട് കുറുകി വരും. അതിന് ശേഷമാണ് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർക്കുന്നത്. വേറെ കാര്യമായിട്ടുള്ള മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. പതിവ് പോലെ നമ്മളെല്ലാ കറികളിലും ചേർക്കുന്നത് പോലെ മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ പൊടികളൊക്കെ ചേർക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ മസാലപ്പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷമാണ്, ഒരു മസാല ചിക്കനിൽ പിടിച്ചതിന് ശേഷമാണ് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കുക്കർ അടച്ച് വേവിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതാകെ 3 പേർക്കുള്ള കറിയാണ്. 4 വിസിലിന് നമ്മുടെ ചിക്കൻ കറി റെഡിയാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറവാണെങ്കിലും ഇത് വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നാടൻ കറിയാണ്. നമ്മൾ ഗോതമ്പ് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അല്ല അരി റോട്ടിയുടെ കൂടെയും എന്തിൻ്റെ കൂടെയാണെങ്കിലും ഈ ഒരു കറി നല്ല അടിപൊളി കോംബോ ആണ്. ഇന്ന് ഈ കറിയുടെ കൂടെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പ് ദോശയാണ്. അതേപോലെ ചപ്പാത്തി ഉണ്ടായിരുന്നു. ഇന്ന് രാത്രിത്തെ ഭക്ഷണം ഈ ചിക്കൻ കറിയും ഗോതമ്പ് ദോശയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.